കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഇനി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങൾ ആരൊക്കെ വേടന്റെ മതവും ജാതിയും എണ്ണി പറഞ്ഞ് സംസാരിച്ചോ ആ നിനക്കൊക്കെയുള്ള മറുപടി വേടൻ തന്നെ തന്നിരിക്കും എന്നുള്ള ഉറപ്പിച്ച് നമുക്ക് പറയാം. ആ വേടന്റെ തിരിച്ചുവരവ് കാണാനായിട്ട് കേരളത്തിലെ ജനങ്ങൾ, ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ കാത്തിരിക്കുകയായിരുന്നു. അത് നമുക്ക് കാണാൻ സാധിച്ചു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇടിക്കുന്ന ഇളക്കി മറിച്ചിട്ടാണ് വേടൻ പോയതെന്നുള്ള ഈ ഒരു വരവ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. വേടൻ പരിപാടിക്ക് വന്നപ്പോൾ ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. അതായത് പിണറായി സർക്കാരിന്റെ തുടർ ഭരണത്തിനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുന്നിലേക്ക് ഇത് ആ വേടൻ എത്തിയിരിക്കുന്നു. ആ വേടനെ കുറ്റം പറഞ്ഞ ആളുകൾ തന്നെ വേടനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രചാരണം നടത്തുകയാണ്. ഞങ്ങൾ ഇനിയും തുടർ ഭരണത്തിൽ വരും, ഞങ്ങൾ ഇതുപോലെയുള്ള നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമെന്ന്. ആദ്യം വേടനെ അറസ്റ്റ് ചെയ്ത സമയത്ത് നിങ്ങളുടെ ഈ നിലപാടൊക്കെ എവിടെയായിരുന്നു? ആ ചോദ്യങ്ങൾക്കൊന്നും ഒരു ഉത്തരവില്ല. ഇനി നമ്മൾ അതിനെപ്പറ്റി ചോദിക്കുന്നില്ല. കാരണം നിങ്ങളുടെ ഇന്റൻഷൻ എന്തായിരുന്നു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളുടെ പരിപാടി എന്താണെന്നുള്ളതും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളുടെ ഈ മുഖം മൂടി വെച്ച മുഖം എന്താണെന്നും നിങ്ങളുടെ മനസ്സെന്താണെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. ഈ ഒരു സമയത്ത് എനിക്ക് എടുത്തു പറയാനുള്ളത്, എം ജി ശ്രീകുമാർ പറഞ്ഞത് എനിക്ക് വേടനെ അറിയില്ല, വേടൻ ആരാന്ന് അറിയില്ല. ഇന്നിപ്പോൾ ഒരു പുതിയ നിലപാട് വന്നിട്ടുണ്ട്.